സ്കൂൾ ജീവിതത്തിന് ശേഷം കരിയർ തിരഞ്ഞെടുക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നാണ്. ഇത് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കൽ മാത്രമല്ല, ഭാവിയിലെ നിങ്ങളുടെ വ്യക്തിത്വവും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള അവസരങ്ങളും നിങ്ങൾക്ക് സമൂഹത്തിന് നൽകാൻ കഴിയുന്ന സംഭാവനകളും രൂപപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ ലോകത്ത് പ്രത്യേകിച്ചും നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വ്യവസായങ്ങളെ മാറ്റിമറിക്കുന്ന സാഹചര്യത്തിൽ കരിയർ തിരഞ്ഞെടുപ്പുകൾ കൂടുതൽ ബുദ്ധിപരവും ഭാവി സജ്ജവും ആയിരിക്കണം. ഇന്ന് നമുക്ക് കരിയർ ചോയ്സുകളെ കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. കരിയർ ചോയ്സിലെ ആദ്യ പടി കോഴ്സ് തിരഞ്ഞെടുക്കലാണ്. പല വിദ്യാർത്ഥികളും കൂട്ടുകാരുടെ സമ്മർദ്ദം, മാതാപിതാക്കളുടെ അഭിപ്രായങ്ങൾ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡുകൾ എന്നിവയെ ആശ്രയിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്നാൽ ശരിയായ തിരഞ്ഞെടുപ്പ് 3 ഘടകങ്ങളുടെ ബാലൻസിലാണെന്നാണ് ഞാൻ പറയുന്നത്. 1 ആസക്തി അഥവാ ഇൻട്രസ്റ്റ്, 2 കഴിവ് അഥവാ ആപ്റ്റിറ്റ്യൂഡ്, 3 അവസരങ്ങൾ അഥവാ ഓപ്പർച്യൂണിറ്റി. ഇൻട്രസ്റ്റ് അഥവാ ആസക്തി യാത്രയെ, അതായത് കരിയർ യാത്രയെ ആസ്വദിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കും. കഴിവ് അഥവാ ആപ്റ്റിറ്റ്യൂഡ് നമ്മളിലെ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കുന്നതിന് നമ്മളെ സഹായിക്കും. അവസരങ്ങൾ നമ്മളുടെ കരിയർ ഭാവിയിൽ പ്രസക്തി ഉണ്ടോ എന്ന് തീരുമാനിക്കുന്നതിന് നമ്മളെ സഹായിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ബയോളജിയിൽ താല്പര്യമുണ്ടെങ്കിൽ വിശകലന ചിന്തയും ഗവേഷണ കഴിവും പരിശോധിക്കുക. തുടർന്ന് ബയോടെക്നോളജി, ഹെൽത്ത് കെയർ, AI, എൻവയറമെന്റൽ സയൻസസ് എന്നിവ പോലുള്ള മേഖലകളെ കുറിച്ച് അന്വേഷിക്കുക. നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് എല്ലാ മേഖലകളെയും മാറ്റിയിരിക്കുന്നു. ആ മാറ്റം ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. മെഡിസിൻ, നിയമം, എഞ്ചിനീയറിംഗ്, കല, കൃഷി പോലും ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാറ്റിയിരിക്കും. ചില പരമ്പരാഗതമായ ജോലികൾ കുറഞ്ഞേക്കാം, പക്ഷെ പുതിയവ ഉയരും. വിദ്യാർത്ഥികൾ ചോദിക്കണം, ഈ കോഴ്സ് എനിക്ക് മെഷീനുകൾ സാധാരണ ജോലികൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലേക്ക് എന്നെ തയ്യാറാക്കുമോ ഇല്ലയോ? ഉത്തരം കണ്ടെത്തൽ, സൃഷ്ടിപരമായ ചിന്ത, പ്രശ്ന പരിഹാരം, മാനസിക ബുദ്ധി, അനുസരണശേഷി എന്നിവ പ്രാധാന്യമുള്ള മേഖലകൾ തിരഞ്ഞെടുക്കുന്നതിന് പ്രത്യേകമായ പരിഗണന കൊടുക്കണം. ഉദാഹരണത്തിന്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മാത്രം പഠിക്കുന്നതിന് പകരം AI ഡിസൈൻ അല്ലെങ്കിൽ റോബോട്ടിക് കൂടി ചേർക്കുക. കൊമേഴ്സ് മാത്രം പഠിക്കുന്നതിന് പകരം ഫിൻടെക്, ഡാറ്റ അനാലിറ്റിക്സ് എന്നിവ കൂടി ചേർത്ത് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. എന്നെ ഒത്തിരി കുട്ടികൾ കരിയർ ചോയ്സ് അല്ലെങ്കിൽ കരിയർ ഡിസിഷൻ എടുക്കുന്നതിന് അല്ലെങ്കിൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് സമീപിക്കാറുണ്ട്. ഞാൻ അവരോട് സാധാരണയായി പറയാറുള്ള 5 ടിപ്പുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി ഞാൻ ആഗ്രഹിക്കുന്നു. 1, സ്വയം വിലയിരുത്തൽ. നമ്മളുടെ ശക്തികൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ മൂല്യങ്ങൾ എന്നിവയെന്ന് ആദ്യമേ തിരിച്ചറിയുക. ഇത് നമുക്ക് അനുയോജ്യമായ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിന് നമ്മളെ സഹായിക്കും. 2, ഗവേഷണം അഥവാ റിസർച്ച്. ഇപ്പോഴത്തെ ആവശ്യങ്ങൾ മാത്രം നോക്കാതെ ഭാവിയിലെ ജോലി പ്രവണതകളെ കുറിച്ച് കൂടി മനസ്സിലാക്കുക. അതിനുശേഷം ഇതിനുള്ള സാധ്യതകൾ ഭാവിയിൽ എന്തായിരിക്കും എന്നതിന് ശേഷം ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുവാനായിട്ട് ശ്രമിക്കുക. 3, മാർഗനിർദ്ദേശം അഥവാ ഗൈഡൻസ്. മെന്റർമാരോടും കരിയർ കൗൺസിലർമാരോടും പ്രൊഫഷണലോടും സംസാരിക്കുക. ഈ മേഖലകളിൽ ജോലി ചെയ്യുന്ന മറ്റു വ്യക്തികൾ, നിങ്ങൾ അറിയുന്ന ആൾക്കാർ, നിങ്ങളുടെ ബന്ധുക്കാർ, സ്വന്തക്കാർ എന്നിവരോടുകൂടി ഈ ജോലിയെക്കുറിച്ചും അവർക്ക് ആ ജോലിയിൽ ഉണ്ടാകുന്ന സംതൃപ്തികളെ കുറിച്ചും സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. 4, ലാഘവം അഥവാ കരിയർ ഒരു ലീനിയർ പാത്തായിട്ട് മുന്നോട്ട് പോകുന്ന ഒന്നല്ല. പണ്ടത്തെ കാലത്ത് നമ്മൾ ഒരു ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതാവസാനം വരെ ആ ജോലിയിൽ തന്നെയാണ് നമ്മൾ തുടർന്നുകൊണ്ടിരുന്നത്. ഇന്ന് ആ സ്ഥിതി മാറി. പലരും പല ലെവലിലും വഴിമാറ്റങ്ങൾ വളരെ സാധാരണമാണ്. അതുകൊണ്ട് നമ്മൾ അഡാപ്റ്റബിളും ഫ്ലെക്സിബിളും ആയിരിക്കേണ്ടതായിട്ടുണ്ട്. വഴിയിൽ തന്നെ പുതിയ കോഴ്സുകൾ പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. കരിയർ ഷിഫ്റ്റിനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ആ ഷിഫ്റ്റിന് അല്ലെങ്കിൽ ആ ഫ്ലെക്സിബിലിറ്റിക്ക് ഓപ്പൺ ആയിരിക്കും. 5, കഴിവുകൾ. ഏത് കോഴ്സായാലും ആശയവിനിമയം, ഡിജിറ്റൽ ലിറ്ററസി, ക്രിട്ടിക്കൽ തിങ്കിങ് പോലുള്ള കഴിവുകൾ വളർത്താനായിട്ട് ശ്രമിക്കുക. ഇത് കാലത്തിന് അതീതമാണ്. എത്ര മാറ്റങ്ങൾ സംഭവിച്ചാലും ഈ ബേസിക് ആയിട്ടുള്ള കഴിവുകൾ നമുക്ക് വളരെ അനുയോജ്യവും ആവശ്യവുമുള്ളതായി തീരുന്നതായിട്ട് ആണ് ഇതേവരെയുള്ള അനുഭവങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. മാതാപിതാക്കളും അധ്യാപകരും ഈ തിരഞ്ഞെടുപ്പിൽ ഒരു നിർണായക പങ്ക് വഹിക്കുന്നു. കുട്ടികളെ നിർബന്ധിച്ച് തിരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്നതിന് പകരം കുട്ടികളുടെ ശക്തികൾ കണ്ടെത്താനും പരീക്ഷണങ്ങൾക്ക് പ്രോത്സാഹനം നൽകാനും സഹായിക്കണം. ലക്ഷ്യം സുരക്ഷിതമായ ഒരു ജോലി മാത്രമല്ല, സംതൃപ്തി നിറഞ്ഞ ഒരു ജീവിതം കൂടിയാണെന്ന് മനസ്സിൽ ചിന്തിക്കുക. കരിയർ തിരഞ്ഞെടുപ്പ് ഭാവി പ്രവചിക്കുന്നതല്ല, അത് നമ്മുടെ ഒരു ഭാവി ജീവിതത്തിന് വേണ്ടി തയ്യാറാക്കുന്നതായിരിക്കണം. നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പ് നിങ്ങളെ കൗതുകമുള്ളവനായി, അനുസരണശേഷിയുള്ളവനായി, തുടർച്ചയായി പഠിക്കാൻ തയ്യാറുള്ളവനായി നിലനിർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് സ്കൂൾ വിട്ട് പുറത്തേക്ക് കടക്കുമ്പോൾ ഓർക്കുക, ഹൃദയത്തോടെ തിരഞ്ഞെടുക്കുക, ബുദ്ധിയോടെ പദ്ധതികൾ പ്ലാൻ ചെയ്യുക, ധൈര്യത്തോടെ തയ്യാറായുക.
ഭാവി നമ്മൾ ഭയപ്പെടേണ്ട ഒന്നല്ല, നമ്മൾ ഒരുമിച്ച് നിർമ്മിക്കേണ്ട ഒന്നാണെന്ന് കാണുക. ഈ വിഷയം നിങ്ങളെ പ്രചോദിപ്പിച്ചെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുമായി അല്ലെങ്കിൽ ഈ കണ്ടന്റ് ആവശ്യമുള്ള ഒരു വ്യക്തിയുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. എന്നോടുകൂടെ ഇതുവരെ തുടർന്നതിന് നിങ്ങൾക്ക് നന്ദി.